ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ വെൽക്കം ടു ആൽബിൻസ് ഒപ്പീനിയൻ. യെസ്, അങ്ങനെ ഫൈനലി ഒരു യഥാർത്ഥ കംബാക്ക് പടം മോഹൻലാലിന് വന്നിരിക്കുകയാണ്. തുടരും എന്ന സിനിമ. ഞാൻ ഇന്നലെയാണ് ഇത് പോയി കണ്ടത്. ഇന്നലെ വൈകുന്നേരമാണ് കണ്ടത്. അപ്പോൾ ഇന്നലെ കുറച്ച് തിരക്കായി, അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത്. ആൻഡ് ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ a very good movie. A very good in the sense a perfect comeback for Mohanlal as a performer, as an actor. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സിനിമ. അത് ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഡയറക്റ്റഡ് ബൈ തരുൺ മൂർത്തി. മാൻ, ഫ്രിക്കിൻ ഓസം ഡയറക്ഷൻ. അയ്യോ, ഐ സല്യൂട്ട് യു ഫോർ മേക്കിംഗ് ദിസ് മൂവി. അയ്യോ, അത് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞോട്ടോ. വെരി ഗുഡ് ഡയറക്ഷൻ. ഇങ്ങനെ വേണം ഡയറക്ഷനായാൽ. ആൻഡ് എനിക്ക് ലാലേട്ടനോട് പറയാനുണ്ട്, ലൈക്ക് ഇതൊരു റെക്കമെൻഡേഷനാണ്. എങ്ങാനും ബൈ ചാൻസ് ദൈവത്തിൻ്റെ ആഗ്രഹത്തോടെ കേൾക്കുവാണെങ്കിൽ പ്ലീസ് ഡു സെലക്ട് ദീസ് ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സ്. പുതിയ ന്യൂ കമേഴ്സ്, ഫ്രഷേഴ്സ്, ഇവരെയൊക്കെ എടുക്കുക. ആൻഡ് ട്രൈ ടു അവോയ്ഡ് ദി ഓൾഡ് ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് റൈറ്റേഴ്സ്. ഇതുപോലത്തെ പുതിയ പുതിയ മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ എടുക്കുക. കാരണം ഇനി അങ്ങോട്ടേക്കുള്ളത് ഇവരാണ്. പഴയ ആൾക്കാരെ കൊണ്ട് നടക്കൂല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമായി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സിനിമയെ പറ്റി പറയാം. ആൻഡ് ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്, തരുൺ മൂർത്തി എന്ന സംവിധായകൻ ഒരു ഫാൻ ബോയ് ആണെന്ന് പുള്ളി പറയുന്നുണ്ട് അതിൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ. ആൻഡ് ഈ പടം ഫസ്റ്റ് ഹാഫ് അതുകൊണ്ടായിരിക്കാം ലാലേട്ടൻ്റെ പഴയ പടങ്ങളിലെ റെഫറൻസുകളും ചെറിയ സ്പൂഫ് രീതിയിലൊക്കെ പോകുന്ന ഒരു സംഭവമാണ് ഫസ്റ്റ് ഹാഫ്. ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ്, വളരെ ഒരു ഫീൽ ഗുഡ് പരിപാടിയാണ് ഫസ്റ്റ് ഹാഫ്. നല്ല രസം എന്നത് ശോഭന മാമും ലാലേട്ടനായിട്ടുള്ള ഒരു കെമിസ്ട്രി കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്താണെന്ന് അറിയൂടെ, നല്ല രസമായിട്ട് വർക്കായിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ, ആ കെമിസ്ട്രി അങ്ങനെ വർക്കാവത്തുള്ളൂ. അതാണ് സംഭവം. ആൻഡ് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് എ ബിറ്റ് സീരിയസ്. ആൻഡ് ആ സീരിയസ്നെസ് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഇമോഷണലിയും ആ ഒരു സംഭവങ്ങളൊക്കെ വാസ് വെരി ഗുഡ്. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ മ്യൂസിക് ബൈ ജേക്സ് ബിജോയ്, പാട്ടുകളായിക്കോട്ടെ, BGM ആയിക്കോട്ടെ, ഫ്രിക്കിൻ ഓസം, പൊളി. അതാണ് എനിക്ക് പറയാനുള്ളത്. ആ BGM ആണെങ്കിലും പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ കിട്ടില്ലമായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ച് ക്ലീശ അടിച്ചേക്കാം, പക്ഷെ അതൊന്നും അല്ല മോനെ. ഈ സിനിമയുടെ ഹൈലൈറ്റ്, നെടുന്തൂണ് 2 പേരാണ്. നിങ്ങൾ ഓർക്കുമ്പോൾ ലാലേട്ടൻ മാത്രമേ കാണത്തുള്ളൂ, അല്ല, 2 പേരുണ്ട്. ഒന്ന് മോഹൻലാൽ, ഓക്കെ. രണ്ടാമത്തേത് പ്രകാശ് വർമ്മ ആസ് ദ വില്ലൻ. ഒരു ശരിക്കും നമുക്ക് ചോറി പിടിപ്പിക്കുന്ന ടൈപ്പ് ഒരു വില്ലനെ തരുമൂർത്തി നമുക്ക് തന്നു എന്നുള്ളതാണ്. ആൻഡ് പ്രകാശ് വർമ്മയുടെ ആക്ടിങ് വാസ് സോ ഗുഡ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പ്രകാശ് വർമ്മയെ കാണുന്നത് സിനിമയിൽ. പുള്ളിയുടെ ഒരു പരിപാടി എന്ന് വെച്ചാൽ, പുള്ളിയാണ് വോഡാഫോണിൻ്റെ പഴയ ക്രിയേറ്റീവ് ഹെഡ്, ഒരു ഫിലിം മേക്കറും ആയിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി ആദ്യമായിട്ടാണ് സിനിമയിലേക്കൊക്കെ വരുന്നത്. ആൻഡ് ബ്രോ, ഐ എം ടെലിങ് യു, പ്ലീസ് കണ്ടിന്യൂ ആക്ടിങ്. അതും ഇങ്ങനത്തെ ഒക്കെ ഒരു റോളൊക്കെ കിട്ടുവാണെങ്കിൽ നോന്ന് അടിക്കരുത്, യെസ് അടിച്ചിട്ട് വിടണം. അതാണ് സംഭവം. കാരണം അത്രയ്ക്ക് ചോറി പിടിപ്പിക്കുന്ന ഒരു വില്ലനെ ഉണ്ടല്ലോ. കുറേ നാൾ ശേഷമാണ് ഞാൻ അങ്ങനത്തെ ഒരു വില്ലനെയൊക്കെ കാണുന്നത്. ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് കണ്ടത് എനിക്ക് തന്നെ ഓർമ്മയില്ല അങ്ങനത്തെ ഒരു വില്ലനെ. ആൻഡ് അതാണ് ആ പവർ, അഭിനയം, എല്ലാവരുടെയും അഭിനയം കിട്ടിയല്ലോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്ത റോൾസ് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മണിയമ്പിള്ള രാജേട്ടനുണ്ട്, നല്ല നല്ല രസമായിരുന്നു അവർ, പുള്ളി മോഹൻലാലായിട്ടുള്ള കുറച്ച് സീൻസ് ആയിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ ആ ട്രെയിലറിനകത്ത് കാണിച്ച മറ്റേ ആ കണക്ക് മാഷിൻ്റെ ഒരു സംഭവമുണ്ട്, അത് ഞാൻ ചിരിച്ച് ചാത്തടെ. ആ സീനൊക്കെ തിയേറ്ററിൽ ഞാൻ കൂടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ചിരിക്കുന്ന ആ സീനിനൊക്കെ. അതാണ് ലൈക്ക് നമ്മുടെ കൂടെയുള്ള ഒരാളെ പോലെയാണ് ഈ സിനിമയിൽ ലാലേട്ടൻ. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, കുറേ നാൾ ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പടം ലാലേട്ടൻ്റെ ഫിലിമോഗ്രാഫിയിൽ കാണുന്നത്. ഐ എം വെരി മച്ച് ഹാപ്പി. ആൻഡ് പ്ലീസ് ഡു കണ്ടിന്യൂ ഡൂയിങ് ഫിലിംസ് ലൈക്ക് ദിസ്. ഇനി അടുത്തത്
സത്യനന്ദിക്കാട് സാറുമായിട്ടുള്ള ഒരു സിനിമയാണ്. അതിലും എനിക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട്, കാരണം സത്യനന്ദിക്കാട് സാറാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫീൽ ഗുഡ് പടം ആവാനാണ് സാധ്യത. ആൻഡ് പിന്നെ എടുത്തു പറയേണ്ടത് ബിനു പപ്പു സാറ്. ഉയ്യോ കിട്ടില്ല, ആ ഒരു പോലീസ് ഓഫീസറെ ആ സീൻസൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ കഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ അറിയാം. ഒരു കാറ്, ഒരു സംഭവം, ആ കാറിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലും. പക്ഷേ ഇറ്റ്സ് എ ബിറ്റ് മോർ ദാൻ ദാറ്റ്. നമുക്ക് ആ സിനിമ കാണുമ്പോൾ ഇറ്റ്സ് എ ബിറ്റ് മോർ ദാൻ ദാറ്റ്. സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ പറ്റുവാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക ഈ സിനിമ. ആൻഡ് ഈ പടം വേർഡ് ഓഫ് മൗത്തിൽ തന്നെ കയറൂടെ, ഉറപ്പാ. ബിക്കോസ് ഈ സിനിമയ്ക്ക് പ്രോപ്പറായ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഇല്ലായിരുന്നു. എന്താ, ഒരു മാസം മുമ്പേ ട്രെയിലർ ഇറക്കിയിട്ട് ഒരു തരത്തിലുള്ളൊരു ഹൈ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റിയോ ഹൈ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജീസോ ഒന്നും ഫോളോ ചെയ്യണ്ടേ. വേർഡ് ഓഫ് മൗത്തിൽ തന്നെ ഇന്നലെ ഫസ്റ്റ് ഡേ കൊണ്ട് തന്നെ 16 crores ഉണ്ടാക്കിയൊരു പടമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതങ്ങനെ വരത്തുള്ളൂ. ബിക്കോസ് ആ പേരിൽ തന്നെ ഉണ്ട് മോനെ പവർ, ദ ബ്രാൻഡ് എൽ. അതാണ് സംഭവം. അതാണ്, ഇങ്ങനത്തെ പടങ്ങൾ എടുക്കണം. ഇനിയും ഇങ്ങനത്തെ സിനിമകൾ തന്നെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് once again, kudos to the entire team, and thank you Tarun Murthy for giving us this movie. ഇതിനാ ചില സാധനങ്ങളുണ്ടേ, നമ്മള് എന്താ പറയുക, ഈ ഷൺമുഖം എന്ന ക്യാരക്ടറിന് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. അത് പുള്ളിയുടെ ഓരോ കൈ കൊണ്ടുള്ള ഈ കൈ കൊണ്ടുള്ള മൂവ്മെന്റ്സും കണ്ണുകൊണ്ടുള്ള ആക്ടിങ്ങും അതൊക്കെ കിടിലമാണ്. അതാണ് ഞാൻ പറയുന്നത്, അത് നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ എം സ്പീച്ച്ലെസ് മാൻ, ഐ എം സ്പീച്ച്ലെസ്. എനിക്ക് ഒന്നും പറയാനില്ല. വൺസ് അഗൈൻ ഇതൊരു നല്ല സിനിമ തന്നെയാണ്. പ്ലീസ് ഡു വാച്ച് ദിസ് ഇൻ തിയേറ്റേഴ്സ്. പറ്റുവാണെങ്കിൽ തന്നെ തിയേറ്ററിൽ തന്നെ കാണും. നിങ്ങൾക്ക് ഇതൊരു OTT കണ്ടാൽ ആ ഒരു ഫീൽ ഒന്നും വരത്തില്ല. എസ്പെഷ്യലി പറ്റുവാണെങ്കിൽ ഫാൻസിൻ്റെ കൂടെ തന്നെ കാണാം, ഫാൻസിൻ്റെ കൂടെ തന്നെ കാണാം. ഇതിനകത്ത് മാസ് ഒന്നുമില്ല, നോ മാസ്. ഇറ്റ്സ് ജസ്റ്റ് എ ഫീൽ ഗുഡ്. ഫീൽ ഗുഡ് ഒന്നും പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ ബിറ്റ് ത്രില്ലിങ്. അപ്പോൾ അതാണ് എനിക്ക് തുടരും എന്ന സിനിമയെ പറ്റി തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. ആൻഡ് പ്ലീസ് ഡു നോട്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. കാരണം ഞാൻ 100-ലേക്ക് അടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നോം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട്, this is me signing off. Bye.